പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറയത്തില്ലേ, അതുപോലെ തന്നെ മുക്കുത്തിയുടെ കള്ളത്തരങ്ങളൊക്കെ PSG ഗ്യാങ് പിടിച്ചിട്ടുണ്ട്. മുക്കുത്തിനെ പുറത്താക്കിയിട്ടുണ്ട്. ഞാൻ തെളിവ് കാണിച്ചു തരാം, വെയിറ്റ് ഒക്കെ. PSG മുക്കുത്തി എന്ന് മാറി ഇപ്പോ മുക്കുത്തിയായി. ഇതിലും വലിയ തെളിവ് നിങ്ങൾക്ക് വല്ലതും വേണോ? പിന്നെ ഒരു കാര്യം, ഈ മുക്കുത്തിയുടെ സ്വഭാവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. കുറുക്കൻ എന്ന് പറയത്തില്ലേ, ആ സാധനം കറക്റ്റ് കുറുക്കന്റെ സ്വഭാവം. രണ്ട് ആടിനെ തമ്മിൽ ഇടിപ്പിക്കും, എന്നിട്ട് ചോര കണ്ട് ഇത് രസിക്കും. അതേ സ്വഭാവം മുക്കുത്തിക്കും. എന്തിനാന്നറിയത്തില്ല, എന്നെ പറ്റി പല അപരാധങ്ങളും പലരെടുത്തും, ഷാജാനിക്കാരടുത്തും അതിലുള്ള പല മെമ്പേഴ്സിന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഞാൻ കൊച്ചിലെ കേട്ടറിവ് എനിക്കിങ്ങനെ, മലപ്പുറത്തെ ആൾക്കാരെന്ന് പറയുമ്പോൾ നല്ല സ്നേഹമുള്ള ആൾക്കാരാ. അങ്ങനത്തെ ഉള്ള ഒരു ആൾക്കാരെ ഇത്രയും തെറ്റിദ്ധരിപ്പിക്കണമെങ്കിൽ മുക്കുത്തിനെ ഞാൻ സമ്മതിക്കുന്നു. കുറുക്കന്റെ ഫസ്റ്റ് അവാർഡ് അവനെ ഞാൻ കൊടുക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ പിന്നെ ഷാജാനിക്കാനെ DC-യിൽ കുറെ എന്നെ റിയാക്ട് ചെയ്തപ്പോ ഞാൻ കുറെ മറുപടി ഞാൻ എന്തൊക്കെയാ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാജാനിക്കാക്ക് ദേഷ്യം വരുന്ന പോലെ തന്നെ എനിക്ക് അറിയാണ്ട് ദേഷ്യമൊക്കെ വന്നുപോയി. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ DC-യിൽ റിയാക്ട് ചെയ്ത കാര്യമൊക്കെ ഷാജാനിക്ക ഇന്ന് രാവിലെ എന്നെ കോള് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുക്കുത്തിക്കുള്ള ദേഷ്യത്തിന് ഈ ആടിനെ ഇടിപ്പിക്കത്തില്ലേ, അതിനെ പോലെ ഷാജാനിക്കാനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ, മനസ്സിലായോ? അല്ലാണ്ട് ഷാജാനിക്ക എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനെ നിന്റെ അടുത്ത് എനിക്കൊരു ദേഷ്യവും വാശിയും ഒന്നുമില്ല, നിന്നെ അനിയനെ പോലെയാ കണ്ടിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് ഇന്ന് എന്റെ അടുത്ത് കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാജാനിക്കാക്ക് സത്യം പറഞ്ഞ കുറ്റബോധം ഉണ്ടെന്നാ തോന്നുന്നത്. എന്റെ അടുത്ത് ആ കോൾ റെക്കോർഡ് എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ അത് ലീക്കാക്കുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, എന്നെ വിശ്വസിച്ച് അവരങ്ങനെ ഇതാക്കിയതാ. ഞാൻ ലീക്കാക്കുന്നില്ല ഗൈസ്, ആരെയും കോൾ റെക്കോർഡൊന്നും ലീക്കാക്കുന്നില്ല. ഞാൻ കള്ളനല്ല എന്നുള്ളതിന്റെ വലിയ തെളിവ് ഞാൻ വേറെ കാണിക്കുന്നില്ല. ഷാജാനിക്ക ഈ വീഡിയോ കാണും, ഷാജാനിക്ക ഇതിൽ കമന്റ് ഇടും, ആ കമന്റിന്റെ പിൻ ചെയ്ത് വെക്കും. അപ്പൊ നിങ്ങൾ അത് വായിക്കുക ഗൈസ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഗൈസ്, ഞാൻ ഇത്രയും വെറുത്ത ഒരാളാ. ഷാജാനിക്ക എന്ന് പറയുമ്പോ ഈ മുക്കുത്തി കൂടെ നിന്ന് വെറുപ്പിച്ചതാ എന്നെ. ഞാൻ ഒരു ചേട്ടനെ കണ്ടതാ മുക്കുത്തിനെ. ഷാജാനിക്കാനെ പോലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. മുക്കുത്തിനെ ഞാൻ ഒരു ചേട്ടനെ പോലെ കണ്ടത്. അവൻ എനിക്ക് നല്ല രീതിക്ക് പണി തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും കൂടെ നിന്ന് മെമ്പറിനെ എനിക്ക് വേണ്ടിയിട്ട്, അതായത് തെളിവ് കണ്ടുപിടിച്ചിട്ട് ആ മെമ്പറിനെ പുറത്താക്കി. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴാ PSG ഗ്യാങ്ങിന്റെ അടുത്ത് ഒരു റെസ്പെക്ട് തോന്നുന്നത്. ഞാൻ ഒരു കാര്യം പറയാം ഷാജാനിക്ക, ഇത്ര ദിവസം മുക്കുത്തി നിങ്ങളുടെ ലൈവിലുണ്ടായിരുന്നു. നിങ്ങളുടെ ലൈവ് നല്ല ഡൗൺ ആയിക്കൊണ്ടായിരുന്നു, PSG ഗ്യാങ് ഫുൾ ഡൗൺ ആയിക്കൊണ്ടായിരുന്നു. ഇനി ഞാൻ പറയാം, ഇനി നിങ്ങൾ കയറും, ഉറപ്പായിട്ടും കയറും. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങള് ഇപ്പോ എന്ന് പറയുമ്പോ പഴയതുപോലെ ഒന്നും അല്ല. ഇപ്പോ തെറ്റ് സമ്മതിക്കാനും തെറ്റ് തിരുത്താനൊക്കെ നോക്കുന്നുണ്ട്. ഇതിനെ പോലെ കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയം ഉണ്ടാവും. അപ്പൊ ഓക്കെ ഗൈസ്, ലവ് യു, താങ്ക് യു. പിന്നെ ഷാജാനിക്കാരുടെ അടുത്ത് ഒരു നന്ദിയുണ്ട്. വേറൊന്നും കൊണ്ടല്ല ഗൈസ്, ഈ തെളിവ് എനിക്ക് കൊണ്ടു തന്നതിന് വളരെ വലിയ ഉപകാരം. താങ്ക് യു കാക്ക. അപ്പൊ ഓക്കെ. ഗൈസ്, അപ്പോ ഇനി PSG ഗ്യാങ്ങിനെ പറ്റിയോ ഞാൻ ഇങ്ങനത്തെ റിയാക്ഷൻ